എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഏകാദശിയാണ്, വളരെ വിശേഷമാണ്. മുപ്പട്ട് തിങ്കളാഴ്ചയാണ്. മഹാദേവ ക്ഷേത്രങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ പോയി തൊഴണം. നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടും കഴിക്കണം. ധാര കഴിക്കാലോ അല്ലെങ്കിൽ കുവളമാലയോ, ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ കുവളത്തിൻ്റെ ഇല, കുവളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇല പൊട്ടിച്ച് ഭഗവാനായിട്ട് കൊണ്ട് സമർപ്പിക്കുക. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. ഇനി വീടിൻ്റെ തൊട്ടടുത്ത് ഏത് ക്ഷേത്രമാണോ ഉള്ളത് ആ ക്ഷേത്രത്തിൽ പോവുക. പലരും ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഒരു ചിട്ടയായിട്ട് ചില ആൾക്കാരൊക്കെ നേർന്നിട്ടുണ്ടാവും. 21 ദിവസം തുടർച്ചയായിട്ട് അമ്പലത്തിൽ പോവാം, അല്ലെങ്കിൽ 12 ദിവസമെങ്കിലും അമ്പലത്തിൽ പോവാമെന്ന് അങ്ങനെ നേർന്ന് അങ്ങനെ പോകുന്ന ധാരാളം ആൾക്കാരുണ്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ പോവുക. അപ്പോൾ എല്ലാവരെ കൊണ്ടും ഇത് സാധിച്ചു എന്ന് വരില്ല. എല്ലാ ദിവസവും മുടങ്ങാതെ പോവുക എന്നുള്ളത് ചിലപ്പോൾ ചിലരെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ പോകാൻ പറ്റുന്ന നല്ല നല്ല ദിവസങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ഒത്തിരി സമയം ഉണ്ടാക്കിയിട്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിലാണെങ്കിലും ഒന്ന് പോയിട്ട് ഭഗവാനെ തൊഴുക. അത് നമ്മുടെ ജീവിതത്തിൽ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്നും സമയം ഉണ്ടാവും. അപ്പോൾ ഏകാദശി വ്രതത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഏകാദശി നോറ്റാൽ കിട്ടുന്ന പുണ്യത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അത്രമേൽ പുണ്യം ലഭിക്കുന്നതാണ് നമുക്ക് ഈ ഏകാദശി വ്രതം നോൽക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയില്ല ഏതാണ് നമ്മൾ ചെയ്തതിൽ എന്താണ് തെറ്റ് വന്നത് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹാരമായിട്ട് നമുക്ക് ഈ വ്രതം, ഏകാദശി വ്രതം എടുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വിശേഷമാണ് ഏകാദശി നോൽക്കുക എന്നുള്ളത്. നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ നമുക്ക് ഈ വ്രതം നോൽക്കാം. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ അനുസരിച്ച് വേണം വ്രതം നോൽക്കാനായിട്ട്. നമുക്ക് ജലം പോലും കഴിക്കാണ്ട് നോൽക്കാൻ ഇന്ന് അതൊന്നും വളരെ ബുദ്ധിമുട്ടാവും പല ആൾക്കാർക്കും. കാരണം നമ്മുടെ ജീവിത സാഹചര്യം മാറി, പലർക്കും പലതരത്തിലുള്ള അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും ചിലപ്പോൾ നടന്നൊന്നും വരില്ല. ഫലവർഗ്ഗങ്ങൾ മാത്രമായിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുമായിരിക്കും. അതല്ലാത്തവർ അവനവനെ കൊണ്ട് വളരെ മിതമായ ആഹാരം കഴിച്ച് വ്രതം നോൽക്കുക. എങ്ങനെയാണോ അവനവൻ്റെ ശരീരം അനുവദിക്കുന്നത് അതുപോലെ ചെയ്യുക. നാമം ജപിക്കുക ധാരാളം. വിഷ്ണു സഹസ്രനാമമൊക്കെ എല്ലാ ദിവസവും ജപിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഭഗവാന്റെ നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കുക. നാരായണ നാരായണ ധാരാളം ജപിച്ചോളൂ. അതിപ്പോൾ നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലും ഇരുന്നുകൊണ്ടുള്ള ജോലിയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലിത് ജപിക്കാമല്ലോ. നാരായണ നാമം ധാരാളമായിട്ട് ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്തിന് ഈ ഒരു നാമജപം തന്നെ മതി ധാരാളം. മുടങ്ങാണ്ട നാമം ജപിക്കുക. ഭഗവാൻ ഏറ്റവും ഇഷ്ടം നാമജപം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാനും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.